Hi friends, welcome back to my YouTube channel. ഞാനിന്ന് കാണാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ മ്യൂസിയമാണ് കേട്ടോ. തൃശ്ശൂർ മൃഗശാലയും അതുപോലെ തന്നെ മ്യൂസിയവും ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. പക്ഷേ നമുക്ക് ടിക്കറ്റ് രണ്ട് സ്ഥലത്തായിട്ട് എടുക്കണം. സൂവിന് സെപ്പറേറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ മ്യൂസിയത്തിന് സെപ്പറേറ്റ് ആയിട്ട്. സൂവിന് വരുന്ന ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. അതുപോലെ മ്യൂസിയത്തിന് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. പിന്നെ തൃശ്ശൂർ സൂവിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് മ്യൂസിയമാണ്. നമുക്ക് പുറത്തെ മ്യൂസിയത്തിൻ്റെ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് മ്യൂസിയത്തിനകത്ത് കയറി. നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് ഒരു വലിയൊരു ആനയുടെ അസ്ഥികൂടാണ് കേട്ടോ, സ്കെൽട്ടൺ. ചെങ്ങന്നൂർ രംഗനാഥൻ എന്ന് പറയുന്ന ആനയുടെ അസ്ഥികൂടമാണ് കേട്ടോ ഈ കാണുന്നത്. തമിഴ്നാട്ടിലെ ശ്രീരംഗം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ആനയായിരുന്നു രംഗനാഥൻ. ക്ഷേത്രത്തിലേക്ക് അഭിഷേകജലം കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ആനയുടെ പ്രധാന ജോലി. പിന്നീട് ആ ക്ഷേത്രത്തിൻ്റെ കവാടം കടക്കാത്ത അത്രയും ഉയരക്കേമനായിരുന്ന ആനയെ പിന്നീട് തൃശ്ശൂരുള്ള ചെങ്ങന്നൂർ മനക്കാർക്ക് വിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ആന ചെങ്ങന്നൂർ ആന എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് വന്യമൃഗങ്ങളുടെ തോലുകൾ കൊണ്ട് നിർമ്മിച്ച ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന സ്റ്റാച്ചുകളാണ്. ഈ കാണുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിലെ കോമ്പൗണ്ടിലുണ്ടായിരുന്ന കന്നിവാക എന്ന് പറയുന്നൊരു മരത്തിൻ്റെ വേരാണ്. ആ മരത്തിൻ്റെ വേരിൽ അവിടുത്തെ തടവുപുള്ളിയായിരുന്ന വേലായുധനാശ്ശേരി നിർമ്മിച്ചതാണ് ഈ വേരിൽ കുത്തിയെടുത്ത ഈ രൂപങ്ങൾ. അന്നത്തെ കാലത്ത് ഏകദേശം 10,000 രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന മനുഷ്യൻ്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും തേക്കിൻ്റെ തടി കൊണ്ടാണ്. ഇപ്പോൾ കാണുന്നത് പലതരത്തിലുള്ള നൗകകളാണ്, അഥവാ വഞ്ചി. നമ്മുടെ കേരളത്തിലെ പൂർവികന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്ന പലതരം വെറൈറ്റിയിലുള്ള വഞ്ചികളാണ് ഈ കാണുന്നവ. പിന്നെ ഈ കാണുന്നത് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മാതൃകയാണ്. പിന്നെ എൻജിൻ്റെ സഹായമില്ലാതെയാണ് ഈ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ ഈ റെയിൽവേ ഗതാഗതം പ്രവർത്തിച്ചിരുന്നത്. പൂർണ്ണമായും റോപ്പിൻ്റെ സഹായത്താലാണ് ഈ റെയിൽവേ ഗതാഗതം നടന്നിരുന്നത്. പാലക്കാടുള്ള പറമ്പിക്കുളത്ത് നിന്നുമാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ചാലക്കുടിയിലേക്കാണ് ഈ റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചിരുന്നത്. ഈ കാണുന്നതാണ് പല്ലക്ക്. പണ്ട് രാജാക്കന്മാർ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നതാണ് ഇവ. പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഈ കാണുന്നത്.
അതുപോലെ തന്നെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കോട്ടും അതുപോലെ തന്നെ തലപ്പാവുമൊക്കെയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ പൂർവികന്മാരായ വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ വേഷഭൂഷാദികളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഭീമൻ്റെ ശില്പമാണ് കേട്ടോ. പള്ളുരുത്തിയിലെ അഴകിയകാവ് ദേവീക്ഷേത്രത്തിലെ പടയനുത്സവത്തിന് ഉപയോഗിച്ചിരുന്നതാണ് ഈ ഭീമൻ്റെ ശില്പം. ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ ആ ശില്പത്തിന്. പിന്നെ ഇത് നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയിലെ ഉള്ള കഥാപാത്രങ്ങളുടെ വേഷഭൂഷാദികളും വേഷങ്ങളുമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്നത് പരിചയാണ് കേട്ടോ. തോലുകൊണ്ടൊക്കെയാണ് ഈ പരിച നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധത്തിനായി മറ്റും ഉപയോഗിച്ചിരുന്ന കാണുക. ഈ കാണുന്നത് ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥിയാണ്. ഈ കാണുന്നത് ഒരു കുതിരയുടെ അസ്ഥികൂടമാണ്. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ മുകളിലത്തെ നിലയിലുള്ള കാഴ്ചകൾ കാണാം.
അങ്ങനെ എൻ്റെ ഈ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്